അദ്ദേഹം പറയട്ടെ. ഇപ്പൊ എന്തേ വേലി കെട്ടിയതെന്നും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നുമൊക്കെ അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടോ. തന്നെ എന്റെ കാലത്തുനിന്നായിരുന്നു അവിടെ ഇതുവരെ നടത്തിയത്. പിന്നെ അത് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കിയത്. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനത് കെട്ടി മുടിച്ചതാണില്ല. ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഞാനത്. ആ സ്ഥലത്തിന്റെ ഉടമയാപ്പാ പറഞ്ഞത്. മനസ്സിലായില്ലേ സലഫി? ഇപ്പൊ പറഞ്ഞ കേട്ടോ, ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ ഞാനത്. ഉടമ തന്നെ പറഞ്ഞില്ലേ സലഫി? മാപ്പ് പറയൂ സലഫി. ഇനി ഞാൻ പറഞ്ഞ എന്തായിരുന്നു? ഞാൻ പറഞ്ഞതിൽ കളവുണ്ടോ? അതൊന്ന് വെച്ചോട്ടാ മോനെ. നാദാവൃത്തിയാര് ടൗണിൽ നിങ്ങൾക്ക് സ്ഥലം തരാത്തോണ്ട് നിങ്ങൾ ചേറ്റിയിട്ടിലേക്ക് പോകേണ്ടി വന്നു. ശരിയല്ലേ? നാദാവൃത്തിയാർ നിങ്ങൾക്ക് സ്ഥലം തന്നിനോ? വെച്ചുകൊടുത്താ ചേറുകെട്ടുന്ന സ്ഥലത്തേക്ക്, നാദാപുരം ടൗണിൽ നിന്ന് ചേറുകെട്ടുന്ന സ്ഥലത്തേക്ക് നാദാപുരത്തുകാർ നിങ്ങളെ പറഞ്ഞയച്ചു അല്ലേ? നാദാവൃത്തിയാർ പറഞ്ഞയച്ചു, നിങ്ങൾ പോയിട്ടില്ലേ? പിന്നെ പറഞ്ഞേക്കാണ്ടാ പോയത്? അതെ, ഞാൻ പറഞ്ഞല്ലോ വാണിമേൽക്കാരൻ പറഞ്ഞയച്ചു എന്ന്. വാണിമേൽക്കാരൻ പറഞ്ഞയച്ചു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, നാദാപുരത്തുകാർ. കാരണം നാദാപുരത്ത് നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലവും നാദാപുരത്തുള്ള ആളുകൾ ടൗണിൽ തന്നില്ല. ഒരു വാണിമേൽക്കാരൻ തന്നൊരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അയാളാണ് നിങ്ങൾ സ്വീകരിച്ചത്. അത് അയാളാണെങ്കിൽ വേലി കെട്ടി മുട്ടിച്ചു. നാദാപുരത്തുകാർ സ്ഥലം തന്നില്ല. നിങ്ങൾ ചേറ്റുകെട്ടിയിലേക്ക് പോയി. ചേറ്റുകെട്ടിയിൽ ആ സ്ഥലത്തിന് മാത്രം പറയുന്ന സ്ഥലമാണ്, ചേറ് കെട്ടുന്ന സ്ഥലത്തിന്. എന്നിട്ട് മൗലവി, ഞാൻ അത് പറഞ്ഞിട്ട് മൗലവി എന്ത് അറിയോ? ഈ പ്രാവശ്യം അഭിനയം സ്റ്റേജിൽ വന്ന് ചോദിക്കാണ്ടുള്ളൂ, ഈ നാട്ടിന് ചേറ്റുകെട്ടി എന്നാ പറയാ? മുപ്പര് ചോദിക്കുക, നാട്ടിന്റെ പേരല്ല മൗലവി, അതും മനസ്സിലായില്ല. ആ സ്ഥലത്തിന് മാത്രമുള്ള പേര് ചേറ് കെട്ടുന്ന നിങ്ങൾ നിന്ന സ്ഥലമില്ലേ, അതിന്റെ പേരാ. നിങ്ങൾ സ്റ്റേജ് കെട്ടിയ സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ സിനിമ ടാക്കീസ് കെട്ടിയ സ്ഥലം. അത് നിങ്ങൾ ചോദിച്ചു നോക്കുക ആൾക്കാരോട്. അവിടെ അങ്ങനത്തെ ചേറാണ്ടാലും വണ്ടി തന്നെ. അവൻ ചോദിച്ചു നിങ്ങൾ, നിങ്ങൾക്ക് അത് ചോദിക്കാനോ? ഇവിടെ സിനിമ ടാക്കീസ് നടന്ന സ്ഥലമായിരുന്നോ എന്ന് ചോദിച്ചുകൂടായിനോ സ്റ്റേജിൽ വന്ന്? അത് ഞാൻ പറഞ്ഞില്ല, അത് ചോദിച്ചുകൂടായിനോ സാസിയറോട്? അത് നാട്ടിന്റെ പേരല്ല. എന്നിട്ട് ആന്ന് മൂപ്പര് അതാരാ അതിനേക്കാൾ വലിയ കളവ് പറയുന്ന മൗലവിയാ തോന്നുന്നു മറുപടി പറഞ്ഞു, നാട്ടിന്റെ പേരല്ലത്, അത് ആ സ്ഥലത്തിന് മാത്രമുള്ള പേരാ, ചേറ് കെട്ടുന്ന സ്ഥലം, സിനിമ ടാക്കീസ് നടന്ന സ്ഥലം. ആ മൗലവിന്റെ അഭിനയം ഒന്ന് കാണിച്ചു കൊടുത്താ. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മൗലവി ചേച്ചെട്ടീനാ പോയത്. ഈ നാട്ടിന് ചേച്ചെട്ടീനാ പറയാ? ചേച്ചെട്ടീനാണല്ലോ പറയാ. പറഞ്ഞു കളവാ, അത് നാട്ടിന്റെ പേരല്ല, അത് ആ സ്ഥലത്തിന് മാത്രം പറയുന്ന പേരാ. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നാ ഒന്ന് അതെങ്കിലും ഒന്ന് കേട്ട് പഠിച്ചൂടെ? ഞാൻ കളവ് പറഞ്ഞില്ല. ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന വാചകം കളവാണെന്ന് പറ, ഇന്ന വാചകം കളവാണെന്ന് പറ. ഞാൻ ഓരോന്നോരോന്നായി എന്റെ വാചകങ്ങൾ കേൾപ്പിച്ചു. അതിന് നിങ്ങളുടെ തന്നെ വാചകങ്ങൾ അതിന് തെളിവ് ഉദ്ധരിച്ചു. നിങ്ങളും നിങ്ങൾ ആലിയസനും പറഞ്ഞത്. സെലഫിനോട് പറയേണ്ട ചില വാചകങ്ങളുണ്ട്. സക്കരിയ പറഞ്ഞു അതൊന്ന് വെച്ചു കൊടുത്താൽ സെലഫിനോട് സക്കരിയ പറഞ്ഞു, ഇതാണ് നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും, നോണ പറയരുത്. ഇതാണ് നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും, നോണ പറയരുത്. അത് സക്കരിയക്ക് നല്ല അനുഭവമല്ലേ ഇടമുട്ടത്തുനിന്ന്? പൊളിഞ്ഞതല്ലേ?